നമ്മളെ പിന്നെ 1 ANOVയിലുള്ള ടോപ്പിക്കാണ് ക്രിട്ടിക്കൽ ഡിഫറൻസ് കേട്ടോ. അപ്പം ജസ്റ്റ് ഞാൻ ഓവറോൾ പറഞ്ഞുതരാം. ഇൻ ദ കാൽക്കുലേറ്റഡ് വാല്യൂ നമ്മൾ അനോവ ചെയ്യുമ്പോഴേ കാൽക്കുലേറ്റഡ് വാല്യൂ ഗ്രേറ്റർ ദാൻ ടേബിൾ വാല്യൂ നമ്മൾ എന്ത് പറയും? നമ്മൾ നൾ ഹൈപ്പോത്തസിസ് ആയിട്ടുള്ള ദ മീൻസ് ആർ സെയിം എന്നുള്ളത് റിജക്റ്റ് ചെയ്യൂലേ? അതായത് എല്ലാ മീനും സെയിം അല്ല എന്നുള്ള കാര്യം നമ്മൾ എന്ത് ചെയ്യും? പിന്നെ കൺക്ലൂഡ് ചെയ്യും. മനസ്സിലായില്ലേ? നമ്മൾ കാൽക്കുലേറ്റഡ് വാല്യൂ ടേബിൾ വാല്യൂവിനേക്കാളും കൂടുതലാണെങ്കിൽ നമ്മൾ എന്താ ചെയ്യുക? നൾ ഹൈപ്പോത്തസിസ് എന്ത് ചെയ്യും? റിജക്റ്റ് ചെയ്യും. റിജക്റ്റ് ചെയ്യുക പറഞ്ഞാൽ എന്താണ്? മീൻസ് ആർ സെയിം എന്നുള്ള കാര്യം നമ്മൾ റിജക്റ്റ് ചെയ്യും. അപ്പോൾ എന്താണ്? അതിൻ്റെ എല്ലാ മീനും സെയിം അല്ല എന്നുള്ളത് കൺക്ലൂഷനെ കിട്ടാം. അങ്ങനെയാണെങ്കിൽ ഏതൊക്കെ സാമ്പിളുകൾ തമ്മിലാണ് വ്യത്യാസമുള്ളത്? നമ്മൾ പറയാം സാമ്പിളുകളൊന്നും വ്യത്യാസമില്ല എന്നാണ് പറയുന്നത്. പക്ഷേ ഏതൊക്കെ സാമ്പിളുകളാണ് വ്യത്യാസമുള്ളത് എന്നുള്ളത് കണ്ടെത്താനാണ് ഇത് യൂസ് ചെയ്യുന്നത് കേട്ടോ. അപ്പോൾ എന്താണ്? it implies that there is a significant difference among the means mu1, mu2, mu3, etc. mu k. ഇതിൽ ഏതെങ്കിലുമൊക്കെ തമ്മിൽ എന്താണ് വ്യത്യാസം ഉണ്ടെന്നാണ് പറഞ്ഞത്. അപ്പോൾ ഏതൊക്കെ തമ്മിലാണ് വ്യത്യാസം കണ്ടുപിടിക്കാനാണ് ഇത് യൂസ് ചെയ്യുന്നത്. ആൻഡ് വി പ്രൊസീഡ് ടു ഫൈൻഡ് വിച്ച് പെയർ ഷോസ് എ സിഗ്നിഫിക്കൻറ്റ് ഡിഫറൻസ്. ഫോർ ദാറ്റ് വി കൺക്ലൂഡ് എ ക്വാണ്ടിറ്റി നോൺ ആസ് ക്രിട്ടിക്കൽ ഡിഫറൻസ്. നമ്മൾ അതിന് യൂസ് ചെയ്യുന്നതാണ് ക്രിട്ടിക്കൽ ഡിഫറൻസ്. ക്രിട്ടിക്കൽ ഡിഫറൻസ് കാണാനുള്ള ഇക്വേഷൻ ആണ് √MSc ഇൻറ്റു √1/ni + 1/nj ഇൻറ്റു Tn-c. അപ്പോൾ MSc നമ്മൾ കണ്ടുവച്ചിട്ടുണ്ടാവും അല്ലേ? അനോവ ചെയ്യുമ്പോൾ നിങ്ങൾ അതിൽ MSc കാണുന്നുണ്ട്. ഓക്കെ, അപ്പോൾ അതിൽ Tn-c എന്ന് പറഞ്ഞ ടേബിൾ വാല്യൂ അറ്റ് n-c ഡിഗ്രീസ് ഓഫ് ഫ്രീഡം അറ്റ് 5% ലെവൽ ഓഫ് സിഗ്നിഫിക്കൻസ് ആണ്. ഓക്കെ, ഈ രണ്ടാമത്തെ അതിലെ സ്റ്റെപ്പ് എന്ന് പറഞ്ഞാൽ മോഡ് xi ബാർ മൈനസ് xj ബാർ ഗ്രേറ്റർ ദാൻ CD ആണെങ്കിൽ ഞാൻ എന്താന്ന് പറഞ്ഞുതരാം കേട്ടോ. പെയേഴ്സ് i, j ഷോയ്സ് സിഗ്നിഫിക്കൻറ്റ് ഡിഫറൻസ്. ഇനി ഈ മോഡ് xi ബാർ മൈനസ് xj ബാർ CDനേക്കാളും കുറവാണെങ്കിൽ ij ഷോസ് നോ സിഗ്നിഫിക്കൻറ്റ് ഡിഫറൻസ്. ഓക്കെ, ഇനി ഇവിടെ ശ്രദ്ധിക്കാം കേട്ടോ. വേർ xi ഈക്വൽ ടു എന്താണ്? ith സാമ്പിൾ ആണ്. ith സാമ്പിൾ, ഫസ്റ്റ് സാമ്പിൾ, സെക്കൻഡ് സാമ്പിൾ എന്ന് പറയില്ലേ? xi ബാർ പറഞ്ഞാൽ എന്താണ്? ith സാമ്പിളിന്റെ മീൻ ആണ്. xj എന്ന് പറഞ്ഞാൽ jth സാമ്പിൾ ആണ്. xj ബാർ പറഞ്ഞാൽ jth സാമ്പിളിന്റെ മീനാണ്. x1 പറഞ്ഞാൽ ഫസ്റ്റ് സാമ്പിൾ, x1 ബാർ പറഞ്ഞാൽ ഫസ്റ്റ് സാമ്പിളിന്റെ മീൻ. ഞാൻ ജനറൽ ആയിട്ട് ഇവിടെ എഴുതിയെന്നുള്ളൂ. xi എന്ന് പറഞ്ഞാൽ ith സാമ്പിൾ ആണ്. അപ്പോൾ x1 പറഞ്ഞാൽ എന്താണ്? ഫസ്റ്റ് സാമ്പിൾ. xi ബാർ പറഞ്ഞാൽ ith സാമ്പിൾ മീനാണ്. ഇവിടെ x1 ബാർ പറഞ്ഞാൽ ഫസ്റ്റ് സാമ്പിൾ മീൻ. ഓക്കെ, ഇനി ni എന്ന് പറഞ്ഞാൽ നമ്പർ ഓഫ് എലമെന്റ്സ് ഇൻ ith സാമ്പിൾ. ഓരോരോ കോളത്തിലും എത്ര എലമെന്റ്സ് ഉണ്ട് എന്നുള്ളത്. ഓക്കെ, അപ്പോൾ ഇതാണ് കേട്ടോ. ഇനി നമ്മളൊരു ജസ്റ്റ് ഒരു ക്വസ്റ്റ്യൻ പോലെ ഞാൻ പറഞ്ഞത് നിങ്ങൾക്ക് വേഗം മനസ്സിലാവും, കൺഫ്യൂഷൻ ഒന്നുമില്ല കേട്ടോ. ഇതൊരു ക്വസ്റ്റ്യൻ ആണ്. അപ്പോൾ ക്രിട്ടിക്കൽ ഡിഫറൻസ് കാണുക എന്ന് പറഞ്ഞ് എപ്പോഴും കണ്ടാൽ മതി? കാൽക്കുലേറ്റഡ് വാല്യൂ നമ്മൾ അനോവ ചെയ്യുമ്പോൾ കാൽക്കുലേറ്റഡ് വാല്യൂ എന്ന് പറയുന്നത് കാൽക്കുലേറ്റഡ് വാല്യൂ ഗ്രേറ്റർ ദാൻ ടേബിൾ വാല്യൂ ആകുമ്പോൾ മാത്രം നമ്മൾ ക്രിട്ടിക്കൽ ഡിഫറൻസ് കണ്ടാൽ മതി. ഓക്കെ, അപ്പോൾ ഈ ഒരു ചോദ്യത്തിൽ നിങ്ങൾ ചെയ്ത ചോദ്യം തന്നെ ആവട്ടോ ഇത്. ഇതിലെന്താണ് നമുക്ക് കിട്ടുക? ഇതിന് പ്രോബ്ലം ചെയ്യുമ്പോൾ നമ്മൾ സാധാ പോലെ അനോവ ചെയ്യുമ്പോൾ ഇതിൽ കിട്ടുന്നത് കാൽക്കുലേറ്റഡ് വാല്യൂ ഗ്രേറ്റർ ദാൻ ടേബിൾ വാല്യൂ ആണ്. അപ്പോൾ ഞാൻ അത് ചെയ്യുന്നില്ല, നിങ്ങൾക്ക് ചെയ്യാൻ അറിയാലോ. അപ്പോൾ നമുക്ക് എന്ത് കിട്ടും? വി റിജക്ട് H0. നമുക്ക് H0 റിജക്ട് ചെയ്യാന്നുള്ളത് കിട്ടും. ദാറ്റ് ഈസ് ദ ഗ്രൂപ്പ് മീൻസ് ആർ സിഗ്നിഫിക്കൻ്റ്ലി ഡിഫറൻസ്. ഓരോ ഗ്രൂപ്പിൻ്റെയും മീൻ എന്താണ്? വ്യത്യാസം ഉണ്ടെന്നാണ് പറയുന്നത്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യാണ്? ഏതൊക്കെ ഗ്രൂപ്പുകൾ തമ്മിലാണ് വ്യത്യാസം? ഇത് x1, ഇത് x2, ഇത് x3, ഇത് x4 കിട്ടിയല്ലോ. ഓക്കെ, അപ്പോൾ ഇനി നൗ വി പ്രൊസീഡ് ടു ഫൈൻഡ് വിച്ച് പെയർ ഷോസ് സിഗ്നിഫിക്കൻറ്റ് ഡിഫറൻസ് ഫോർ ദാറ്റ് വി കാൽക്കുലേറ്റ് CD. നമ്മൾ എന്ത് ചെയ്യണം? CD കാൽക്കുലേറ്റ് ചെയ്യണം. അപ്പോൾ CD കാൽക്കുലേറ്റ് ചെയ്യാൻ എന്താണ്? √MSc ഇൻറ്റു √1/ni + 1/nj ഇൻറ്റു Tn-c. അപ്പോൾ എന്താണ് √MSc എന്ന് പറഞ്ഞാൽ എന്താണ്? MSc നമ്മൾ ഈ പ്രോബ്ലത്തിൽ കണ്ടുപിടിക്കുക. MSc നമുക്ക് കാണാൻ അറിയില്ലേ? നമ്മൾ അനോവ ചെയ്യുമ്പോൾ MSc കാണുന്നത്. അപ്പോൾ √MSc ഇൻറ്റു 1/ni + 1/nj. നോക്ക്, ഇതിൽ എത്ര ആൾക്കാരുണ്ട്? 1, 2, 3, 4, 5. അതാണ് 5. nj ഇൻറ്റു Tn-c. n-c എന്ന് പറഞ്ഞാൽ എന്താണ്? ടോട്ടൽ എത്ര ഒബ്സർവേഷൻസ് ഉണ്ട്? C എന്ന് പറഞ്ഞാൽ നമ്പർ ഓഫ് കോളം. മൊത്തം 20 ഒബ്സർവേഷൻസ് ഉണ്ട്, 4 കോളം ഉണ്ട്. അപ്പോൾ 20 - 4 16, T16. ഓക്കെ, ഇനി T16 എന്നുള്ള എങ്ങനെയാണ് നിങ്ങൾ കാണുക? നമ്മൾ T ടേബിൾ വാല്യൂ ഇല്ലേ? T ടേബിളിന്റെ വാല്യൂ ഞാൻ പഠിപ്പിച്ചിട്ടുണ്ടാവും. T ടേബിളിന്റെ വാല്യൂ അതിൽ ഡിഗ്രീസ് ഓഫ് ഫ്രീഡം 16. ഡിഗ്രീസ് ഓഫ് ഫ്രീഡം 16. ആൽഫ എന്തെടുക്കുക? 0.05 എടുക്കുക. അപ്പോൾ നമുക്ക് കിട്ടുന്നത് എന്താണ്? 2.12. ആൽഫ എന്തെടുക്കുക? 0.05 എടുക്കുക. പിന്നെന്താണ്?
T60 ടി ടേബിളിൽ 16 ഡിഗ്രീസ് ഓഫ് ഫ്രീഡം ആൽഫ 0.05 13.6 കിട്ടും 13.6. ഓക്കെ. ഇനി രണ്ടാമത്തത് എക്സ് ഐ ബാർ മൈനസ് എക്സ് ടി ബാർ മോഡ് x1 ബാർ മൈനസ് x2 ബാർ ഈക്വൽ ടു. നമ്മൾ കാണട്ടെ ഏതൊക്കെ പേരാ വ്യത്യാസമുള്ളത്. അപ്പോൾ അവിടെ ശ്രദ്ധിക്കട്ടോ, ഏതൊക്കെ പേരാ അവിടെ ഉള്ളത്. x1ഉം x2ഉം തമ്മിൽ പേരാക്കാം അല്ലേ. പിന്നെയോ x1ഉം x3, പിന്നെ x1ഉം x4ഉം, അതേപോലെ x2ഉം x3ഉം, പിന്നെ x3ഉം x4ഉം, പിന്നെ എന്താണ് x3ഉം x4ഉം, അങ്ങനെയല്ലേ പേരാക്കുക അല്ലേ. x1ഉം x2ഉം പിന്നെ x2ഉം x1ഉം കാണേണ്ട ആവശ്യമില്ല. അപ്പോൾ പേരാക്കുക കേട്ടോ. അപ്പോൾ പേരാക്കുമ്പോൾ ഫസ്റ്റ് നോക്ക് x1 ബാർ മൈനസ് x2 ബാർ. അപ്പോൾ ഞാൻ പറഞ്ഞിട്ടുണ്ട് ഇവിടെ നോക്ക് എക്സ് ഐ ബാർ മൈനസ് എക്സ് ടി ബാർ ആണ് അല്ലേ. അപ്പോൾ ഇവിടെ എന്ത് കിട്ടും x1 ബാർ മൈനസ് x2 ബാർ. അപ്പോൾ x1 ബാർ എന്ന് പറഞ്ഞാൽ എന്താണ് നോക്ക്, ഇവിടെ എത്രയാണ് x1 ബാർ പറഞ്ഞ എല്ലാ x1നെയും സമ്മ് ചെയ്തിട്ട് അതിൻ്റെ എന്നോട് ഡിവൈഡ് ചെയ്യുക അല്ലേ. അപ്പോൾ ഇതെല്ലാം കൂടെ സമയം 240 ആണ്. എത്ര ആളുണ്ട്? 5 ആള്. 5 ആളല്ലേ. അപ്പോൾ 240/5 മൈനസ് 330/5. ഓക്കെ, സമയം എന്ത് കിട്ടും? 18. 18 എന്ന് പറയുന്നത് എന്താണ്? നമുക്കിവിടെ ക്രിട്ടിക്കൽ ഡിഫറൻസ് കിട്ടിയിട്ടുണ്ട്. ക്രിട്ടിക്കൽ ഡിഫറൻസ് എത്രയാണ്? 13.6 ആണ്. ഈ 13.6നേക്കാളും കൂടുതലാണ് അല്ലേ ഇത്. ഓക്കെ, അവിടെ കിട്ടി. അതേപോലെ x1 ബാർ മൈനസ് x3 ബാർ കണ്ടു, x1 ബാർ മൈനസ് x4 ബാർ കണ്ടു, x2 ബാർ മൈനസ് x3 ബാർ എല്ലാം കണ്ടു. അപ്പോൾ അവിടെ നോക്കൂട്ടോ, ഗ്രേറ്റർ ദാൻ സി ഡി ആണെങ്കിൽ, അതായത് നമ്മൾ ഈ ചെയ്യുന്ന വാല്യൂ സി ഡിനേക്കാളും കൂടുതലാണെങ്കിൽ ആ പെയറൊക്കെ തമ്മിൽ എന്താണ് സിഗ്നിഫിക്കൻ്റ്ലി ഡിഫറൻസ് ഉണ്ട്. നമ്മളിവിടെ എഴുതിയിട്ടുണ്ട് നോക്ക്, എക്സ് ഐ ബാർ മൈനസ് എക്സ് ജെ ബാർ ഗ്രേറ്റർ ദാൻ സി ഡി ആണെങ്കിൽ പെയേഴ്സ് ഐ കോമ ജെ ഷോസ് എ സിഗ്നിഫിക്കൻറ്റ് ഡിഫറൻസ് അല്ലേ. അപ്പോൾ നോക്ക് ഇവിടെ എന്താണ് x1 ബാർ മൈനസ് x2 ബാർ, അതിൻ്റെ സ്ഥാനത്ത് 1, ജെൻ്റെ സ്ഥാനത്ത് 2, അതിൻ്റെ സ്ഥാനത്ത് 1, ജെൻ്റെ സ്ഥാനത്ത് 2. അപ്പോൾ എന്താണ് ഐയും ജെയും അല്ലേ. അപ്പോൾ 1ഉം 2 എന്താണ് വ്യത്യാസമുണ്ട്. ഗ്രേറ്റർ ദാൻ സി ഡി വന്ന വ്യത്യാസമുണ്ട്. അപ്പോൾ ഈ പേര് വ്യത്യാസമുണ്ട്, ഈ പേര് വ്യത്യാസമുണ്ട്, ഈ പേര് വ്യത്യാസമുണ്ട്, ഇതും വ്യത്യാസമുണ്ട്. അപ്പോൾ ഞാനിവിടെ എഴുതിയിട്ടുണ്ട് 1,2 പെയർ 1,2 1,2 വ്യത്യാസമുണ്ട്, 1,3 1,3 വ്യത്യാസമുണ്ട്, 1,4 വ്യത്യാസമുണ്ട്, പിന്നെയോ ഇത് വ്യത്യാസമുണ്ടോ ഇല്ല അല്ലേ. പിന്നെയോ 2,4 വ്യത്യാസമുണ്ട്, പിന്നെയോ 3,4 വ്യത്യാസമുണ്ട്. ഓക്കെ, അപ്പോൾ അത് കിട്ടി. അപ്പോൾ ഏതൊക്കെ പേരുകളാണ് തമ്മിൽ വ്യത്യാസമുള്ളത്? x1ഉം x2 തമ്മിൽ വ്യത്യാസമുണ്ട്, x1ഉം x3 തമ്മിൽ വ്യത്യാസമുണ്ട്, x1ഉം x4 തമ്മിൽ വ്യത്യാസമുണ്ട്, x2ഉം x4 തമ്മിൽ വ്യത്യാസമുണ്ട്, x3ഉം x4 തമ്മിൽ വ്യത്യാസമുണ്ട്. ഓക്കെ.